സീസണൽ വർക്ക് പെർമിറ്റിനെ പറ്റിയാണ് കേട്ടോ പറയാൻ വന്നത്. അതായത് കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, സീസണൽ വർക്ക് പെർമിറ്റിന് വന്നാൽ നമുക്ക് ഇവിടെ എത്തിയിട്ട് അത് 2 വർഷം വരുന്ന പീരീഡ് കഴിഞ്ഞിട്ട് നമുക്കത് 2 വർഷത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് TRC കാർഡ് കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് കുറേ പേര് പറഞ്ഞു. ഞാൻ 2-3 വീഡിയോയിൽ അത് പറഞ്ഞതാണ്. നമ്മളിപ്പോൾ സീസണൽ വർക്ക് വിസയിൽ ഇവിടെ വന്നാൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 9 മാസം, ഇത് ഈ 3 സീസണലായിട്ട് ഇവിടെ ഉള്ളത്. ഇതിൽ വന്നാൽ നമുക്കിവിടെ നിന്നത് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും അത് പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് ആ ടൈം പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോകണം. കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇവിടെ മിനിസ്ട്രിയിൽ നിന്ന് വിസ ചെയ്യുന്ന ഒരു ലോയർ ഉണ്ട് ഞങ്ങളുടെ കമ്പനിയുടെ, ആ പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞ ഉത്തരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ പെർമിറ്റ് എന്ന് പറയുമ്പോൾ സീസണിലായാലും എന്ത് വർക്ക് പെർമിറ്റ് എന്ന് ഇവിടെ ചവർ പോലെ ഇവിടെ കിട്ടുന്ന ഒരു സാധനം. ഇവിടെ അതിനുവേണ്ടി ആഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഏജൻസി ഉള്ളി കോൺടാക്ട് വർക്ക് പെർമിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ. അതും ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഈ ഏജൻസിക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സീസണൽ 3 മന്തിൻ്റെതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് VFS അപ്പോയിൻമെന്റ് കിട്ടും സീസണൽ വർക്ക് പെർമിറ്റിന് വേണ്ടി. അപ്പോൾ അവർക്കത് സബ്മിഷന് എളുപ്പമുണ്ട്. അവർ ആദ്യം ഒരു 2 ഇയർ കോൺട്രാക്ട് തന്നിട്ടായിരിക്കും അത് കിട്ടാത്തത് കൊണ്ട് പിന്നെ അത് ഇപ്പോൾ അപ്പോയിൻമെന്റ് കിട്ടുന്നില്ല, 3 ഇയർ തരാമെന്ന് പറഞ്ഞിട്ട് 3 മന്ത് സീസണൽ വിസയുടെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അവർ നിങ്ങൾക്ക് ഈ ഒരു 3 മന്ത് തരും. അതാകുമ്പോൾ VFS അപ്പോയിൻമെന്റ് കിട്ടും. VFS പോയാൽ അത് 50-50 ചാൻസ്, റിജക്ഷൻ വരെ അപ്രൂവലും ആക്കാം. 50-50 ചാൻസ് ആണത്. അത് ഇപ്പോൾ ഇടയ്ക്കൊരു പുള്ളി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ചേട്ടാ ഞാൻ സീസണിന് വേണ്ടി ക്യാഷ് കൊടുത്തു, 2 ലക്ഷം രൂപ എന്തോ അഡ്വാൻസ് കൊടുത്തു, അപ്പോൾ ഇനി അത് നമുക്ക് ഇവിടെ വന്നാൽ മാറാൻ പറ്റുമോ പറ്റത്തില്ലേ എന്താ. ഞാൻ പുള്ളിയുടെ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് പറഞ്ഞു. അപ്പോൾ ഏജൻസി പറയുന്നത് വെച്ചാൽ ആര് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട, ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ശരിയാക്കി തരും, ആര് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. അങ്ങനെ അവരുടെ ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അവിടെ മിനിസ്ട്രിയുടെ ആ ഒരു വെബ്സൈറ്റ് കയറി അവർക്ക് കാര്യങ്ങൾ ആ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഞാനത് അവിടെ ചെന്നിട്ട് ഞാൻ റെഡിയാക്കി തരും. ആ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഓക്കെ എന്തായാലും ഞാൻ ഏജൻസി പറയും പോലെ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞത് സീസണൽ വർക്ക് പെർമിറ്റിനെ പറ്റി മാത്രമാണ് കേട്ടോ, 2 ഇയറിനെ പറ്റിയല്ല. 2 ഇയറിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് പെർമിറ്റ് എടുത്ത് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് കിട്ടി നിങ്ങൾ കയറി വരാമെങ്കിൽ സൂപ്പറാ, അടിപൊളിയാണ്, കാർഡ് കിട്ടി വേറെ കൺട്രിയിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും, സെറ്റാവാം. ഞാൻ പറഞ്ഞത് സീസണൽ മാത്രമാണ്. ഓക്കെ, സീസണൽ വിസയിൽ വരാൻ നിൽക്കുന്നവർ ഇതൊന്നും അറിഞ്ഞിരിക്കുക. ഇതാണ് ഇവിടുത്തെ കാര്യം, നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഏജൻസിക്കാരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെന്ന ആരെങ്കിലും ഉണ്ടോ. എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴത്തെ ഞാൻ ചോദിച്ചായിരുന്നു, നിങ്ങളുടെ ഏജൻസിയുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചാണ് നിങ്ങളെന്നാ പറയുന്നത്, ഫസ്റ്റ് ബാച്ചാണ് എന്നാ പറയുന്നത്. ഓക്കെ, എന്തായിക്കോട്ടെ, ഞാൻ പറയാൻ വന്നത് ഇതാണ്. അപ്പോൾ സീസണിൽ വരാൻ നിൽക്കുന്നവർ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം എന്തെന്ന് വെച്ചാൽ തീരുമാനിക്കാനുള്ളത്. ഞാനപ്പോൾ ഈ സീസണൽ പെർമിറ്റിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞല്ല കേട്ടോ, ഇപ്പോൾ ഇവിടുത്തെ റിയാലിറ്റി ഇപ്പോൾ അതാ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് കുറേ പേര് ഈ 4-5 ലക്ഷമൊക്കെ കൊടുത്തിട്ടാണ് സീസണൽ പെർമിറ്റിൽ വരാൻ നിൽക്കുന്നത്. നെഗറ്റീവ് പറയുന്നതല്ല, നിങ്ങളുടെ മനസ്സ് പഠിപ്പിക്കുന്നതല്ല. നിങ്ങൾക്ക് 2 ഇയർ പെർമിറ്റ് കിട്ടി ഇവിടെ എത്താൻ പറ്റിയ നല്ലതാണ്. 2 ഇയർ അപ്പോയിൻമെന്റ് കിട്ടുന്നില്ല, ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടി നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടാൽ സൂപ്പറാണ്, സെറ്റാണ്, അപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതിനെ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇനി സീസണിൽ നോക്കാൻ നിൽക്കുന്നവർ